പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത്? സാധാരണഗതിയിൽ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഭവനം ഉണ്ടാകാൻ വേണ്ടി, ഒരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി, സമ്പത്തിന് വേണ്ടി, അല്പം പ്രശസ്തി, സുഹൃത്ത് ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ഇതില്ല എങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമില്ല, നമ്മൾ കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിലോ സമാധാനം, സന്തോഷം, സ്നേഹം, സാഹോദര്യം, സമത്വം, സൗമ്യത, സൗഖ്യം, സമൃദ്ധി, സുരക്ഷിതത്വം, സംതൃപ്തി, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവികമായ പുണ്യങ്ങൾ, അതായത് വിശ്വാസം, ശരണം, ഉപവി, ഇതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ സമയവും നമ്മൾ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ ലിസ്റ്റിൽ എത്രമാത്രം ഐറ്റംസ് ഉണ്ടാകും എന്ന് ഒന്ന് ചിന്തിക്കുക. അതവിടെ നിൽക്കട്ടെ. നമ്മളിനി എന്താണ് ചോദിക്കേണ്ടത്? ആ ഒരു ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം പറയും? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കേണ്ടത്? എന്താണ് ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത്? ഒരു ഉദാഹരണം പറയാം. ഒരു കുല പഴം ഒരു വശത്തും മറുവശത്ത് ഒരു കെട്ട് നോട്ട്, ഒരു 10,000 ഒരു കെട്ട് നോട്ട് നമ്മൾ അവിടെ വെച്ചാൽ ഒരു മനുഷ്യൻ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും 10,000 രൂപയുടെ നോട്ടിൻ്റെ കെട്ട് അവൻ തിരഞ്ഞെടുക്കും. പഴം അവിടെ ഇരിക്കട്ടെ എന്ന് പറയും, ഒരു കൊല പഴം. അതേസമയം അതൊരു കുരങ്ങൻ്റെ മുമ്പിലാണ് വെച്ചതെങ്കിലോ, കുരങ്ങൻ ഈ 10,000 രൂപയുടെ നോട്ടിൻ്റെ കെട്ട് തൊടില്ല. അവനെടുക്കുക പഴമാണ്. കാരണം അവനറിയില്ല ഈ നോട്ട് 10,000 രൂപയുണ്ടെങ്കിൽ ഒരു കൊലയല്ല, എത്ര കൊല പഴം വേണമെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഐറ്റം ബൈ ഐറ്റം ചോദിച്ച് പ്രാർത്ഥിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഈ അനുഗ്രഹങ്ങൾ തരുന്ന എല്ലാറ്റിൻ്റെയും സ്രോതസ്സായ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ഒരാളല്ലേ? ത്രിത്വൈക ദൈവമല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പുത്രനും പിതാവും കൂടെ ഉണ്ടാകുമല്ലോ. സെപ്പറേബിൾ അല്ലേ? അപ്പോൾ പിതാവ് ഉണ്ടെങ്കിൽ പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടാകും. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടാണ് ചോദിക്കേണ്ടത്? പിതാവിനോട് ചോദിക്കണം. ഈശോ പഠിപ്പിക്കുന്ന കാര്യമാണ് വളരെ കൃത്യമായിട്ട്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്. അപ്പോൾ ചോദിക്കാത്തവർക്ക് കിട്ടുമോ? കിട്ടണമെന്നില്ല. അതുകൊണ്ടാണല്ലോ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. സ്നേഹമുള്ളവർ, പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരിക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു സാധനമല്ല. അതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തീനാളം, പ്രാവ്, കാറ്റ്, അങ്ങനെയുള്ള പല പ്രതീകങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മൾ പറയുന്നത് ത്രിത്വൈക ദൈവത്തിൽ 3-ാമത്തെ ആളാണ് എന്നല്ല, 3-ാമത്തെ സാധനം എന്നോ 3-ാമത്തെ സംഗതി എന്നൊന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്നേഹബന്ധമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോൾ നമ്മൾ ആത്മീയതയിലേക്ക് ഉയരണമെങ്കിൽ
നമുക്ക് പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ ജഡികരാകും. അപ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പിതാവിനോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആത്മീയരായിട്ട് മാറും. ആത്മീയരായിട്ട് മാറുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമുക്ക് ആത്മശക്തി ഉണ്ടാകും, നമുക്കൊരു എക്സ്ട്രാ പവർ ഉണ്ടാകും. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 1:8 നമ്മൾ കാണുന്നത്. ഈശോ തന്നെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്ക് ഈ ശക്തിയാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏത് മേഖലയിലാണ് ബലഹീനരായിട്ടുള്ളത്? സാമ്പത്തിക മേഖലയിലാണോ? അവിടെ നമുക്ക് ശക്തി വേണ്ടേ? ബുദ്ധിയുടെ മേഖലയിലാണോ? പഠിച്ചിട്ട് കയറുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരുടെ കളികൾ മനസ്സിലാകുന്നില്ല, നമുക്ക് അവിടെ ശക്തി വേണോ? പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ശാരീരികമായിട്ട് ബലഹീനതയുണ്ടോ? രോഗം മൂലം ബലഹീനത വന്നിട്ടുണ്ടോ? നമുക്ക് സൗഖ്യം കിട്ടണം. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരണം. ഏത് മേഖലയിലാണോ നമ്മൾ ബലഹീനമാണ് എന്ന് നമുക്ക് തോന്നുന്നത്, ആ മേഖലയിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കും. അപ്പോഴാണ് നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചില സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാമത്തെ അധ്യായം എന്നെ വളരെയധികം എനിക്ക് ആശ്വാസവും സന്തോഷവും അതിശയവും ഒക്കെ തന്നിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരികയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ വന്നത് ഇവരിലേക്കാണ്, സ്തുതിക്കുന്നവരിലേക്കാണ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എവിടെയാണ്? അവർക്ക് പുറത്ത് ചങ്ങലകൾ പൊട്ടി, ഗേറ്റ് തുറന്നു, പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പമുണ്ടാകാൻ മാത്രം ശക്തി പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറയുമ്പോൾ ഭൂകമ്പമുണ്ടാകുന്നു. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. കാരണം പൗലോസും സീലാസും അവിടെയാണ്, അവരിയ്ക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അവരും നിറഞ്ഞപ്പോൾ ഇളകിയത് കാരാഗൃഹത്തിൻ്റെ അടിത്തറയായിരുന്നു. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാവരുടെയും എന്ന് പറഞ്ഞ പൗലോസിൻ്റെയും സീലാസിൻ്റെയും. ഇനി ഇവിടെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസും സീലാസും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ പോവുകയാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ ഭൂമി ഇളകുക, കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുക, വാതിലുകൾ തുറക്കപ്പെടുക. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ ഒന്നും ചോദിക്കണ്ട, അത് വേണം ഇത് വേണം, നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നമ്മുടെ സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സൊല്യൂഷൻ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. നമുക്കറിയാം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അത് കർത്താവിന് വിട്ടുകൊടുക്കുക, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ കാണുന്ന പോലെയല്ല ദൈവം കാര്യങ്ങൾ കാണുക. നമ്മുടെ മകന് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, കൃഷി ശരിയാകുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, പരിഹാരം നമ്മൾ പറയരുത്. നമ്മൾ നമ്മുടെ ആ നിയോഗം മനസ്സിൽ വയ്ക്കുക. നമ്മൾ എന്താണോ നമ്മുടെ അവസ്ഥ, ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരാനായിട്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഭൂമി ഇളകണോ, കാരാഗൃഹത്തിൻ്റെ അടിത്തറ ഇറക്കണോ, ഗേറ്റ് തുറക്കണോ, അതൊക്കെ കർത്താവ് തീരുമാനിക്കട്ടെ. നമ്മൾ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ച് ദൈവത്തെ കൂച്ചുവലങ്ങിട്ട് കെട്ടണ്ട. വിശാലമായി കിടക്കട്ടെ, ഹൃദയം തുറന്ന്. പരിശുദ്ധാത്മാവിനറിയാം
ദൈവത്തിനറിയാം എനിക്ക് എന്താണ് വേണ്ടത് എന്ന്. ഈ പുത്രസഹജമായ ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സ്നേഹമുള്ളവർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവരെങ്ങനെയാണ് കാരാഗ്രഹത്തിലായത്? അവർ പിശാചിൻ്റെ ശക്തിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട്. എന്താണ് പിശാചിൻ്റെ ശക്തിക്ക് എതിരെ അവർ സംസാരിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിന് ശക്തി ഉള്ളതുപോലെ അശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെന്നേ. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് കേട്ടോ നോക്കി. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഭാവി പ്രവചിച്ച് ആദായമുണ്ടാക്കുന്ന ഒരു പരിപാടി. നമ്മളും ചിലപ്പോൾ ഈ ഭാവി പ്രവചനത്തിന് വേണ്ടി ആരുടെ അടുത്തേക്ക് പോകാറ്? ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനക്കാരുടെ അടുത്തേക്ക് തന്നെ നമ്മൾ പോകുന്നതിന് എന്തിനാ? കൗൺസിലിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. അതും ഇതുമായിട്ട് വല്ല സാമ്യവും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാനതിനെക്കുറിച്ചൊന്നും വിധിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ ഭാവി ഫലം അറിയാൻ വേണ്ടിയിട്ട് ധ്യാനത്തിന് പോകുക, വൈദികരെ കാണുക, സിസ്റ്റേഴ്സിനെ കാണുക, ആത്മായ പ്രേക്ഷിതരെ കാണുക, അത് ഭാവി ഫലം പ്രവചിപ്പിക്കാനാണ് എങ്കിൽ ആ ഉദ്ദേശം അത്ര ശരിയാണോ എന്ന് നമ്മൾ നോക്കുക. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഏത്? ഈ അടിമ പെൺകുട്ടിയെ പറയുന്നത് കേട്ടോ. അവളിൽ ഉള്ളത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. അങ്ങനെ ഇങ്ങനെ ശല്യം ആയപ്പോൾ 18-ാമത്തെ വാക്യം, പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അപ്പോൾ പരിശുദ്ധാത്മാവല്ല എന്ന് മനസ്സിലായല്ലോ. പരിശുദ്ധാത്മാവിനെ പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. പരിശുദ്ധാത്മാവായിരുന്നു ഈ ഭാവി ഫലം പറഞ്ഞിരുന്നത് എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാവി ഫലം പ്രവചിപ്പിക്കാനായിട്ട് നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അവരിൽ ഏത് ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ചിലത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്തതുപോലെയുള്ള ഡൗട്ടുകൾ വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഈ അടിമ എന്താണ് ഉണ്ടായത്? ഇവളിൽ നിന്ന് അവളുടെ യജമാനന്മാർ, 19-ാമത്തെ വാക്യം, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തിയുള്ളതുപോലെ ദൈവത്തിനും ശക്തിയുണ്ട്, സാത്താനും ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. അതാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പിതാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്ക് ആ ശക്തി മാത്രം മതി. വിജയാരാധന കൂടാരത്തിലെ ഒരിക്കൽ ആരാധന നടക്കുകയാണ്. സ്തുതിപ്പിൻ്റെ സമയം വരുന്നു. എല്ലാവരും ഉച്ചസ്വരത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയ്ക്ക് ശേഷം കാലിക്കറ്റിൽ നിന്ന് ഒരു സഹോദരി അവിടെ ആരാധനയിൽ വന്നിരുന്നു. വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യനിൽ വന്നത്. 2 മണി തൊട്ട് 4 മണി വരെ എല്ലാ ദിവസവുമുള്ള അഭിഷേക ആരാധനയിൽ ആ സഹോദരി പങ്കെടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഈ അഭിഷേക ആരാധനയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പിതാവേ, എൻ്റെ കഴുത്തിന് സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേയില്ല. എല്ലാവരും സ്തുതിക്കുന്ന പോലെ ഞാനും സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ സ്റ്റിഫ്നെസ് പാടെ അപ്രത്യക്ഷമായി എന്ന്. സ്നേഹമുള്ളവർ, നമ്മൾ അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം ആരാധിക്കുക.
നമ്മൾ ആരാധിക്കുമ്പോൾ, സ്തുതിച്ചാരാധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരും. ക്രിസ്ത്യനിലെ ഒരു സഹോദരൻ താമസിക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണ്. വർഷങ്ങളായിട്ട് ആ സഹോദരൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ചിലപ്പോൾ വേദനയുണ്ടാകും, ചിലപ്പോൾ വേദനയില്ല. വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് ആ മുഴ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനയൊക്കെ നിർത്തിവെച്ചു, പ്രാർത്ഥിക്കാറില്ല. ഇനി ഇതുമായിട്ട് ഞാൻ ജീവിക്കണം, മരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷേ ഒരു ദിവസം ഈ സഹോദരൻ എന്നോട് പറയുകയാണ്, ഒരു ദിവസം രാത്രി പരിഹാരാരാധന 8 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള ആ ആരാധനയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്ന ആ മുഴ കാണാനില്ല, മുഴ പോയി, അപ്രത്യക്ഷമായി. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരും. വിജയാരാധന കൂടാരത്തിൽ ഉള്ള ആ ഒരു പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇതാണ്. സ്നേഹമുള്ളവർ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരും. സ്നേഹമുള്ളവരെ, ഇതിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഐറ്റം ബൈ ഐറ്റം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, മറിച്ച് അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായ ദൈവം നമ്മിലേക്ക് വരാൻ, നമ്മളും ദൈവവും ഒന്നാകുവാൻ. അതിനുവേണ്ടിയാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് വേണ്ടി പിതാവിനോട് യാചിക്കുക. പരിശുദ്ധാത്മാവ് നമ്മിൽ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ബത്ലഹം TV-യിലെ വിജയാരാധന പ്രഭാഷണത്തിലൂടെ ഞങ്ങൾ കേട്ട ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയുന്നതിന് ഉപകരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഏതെല്ലാം മേഖലയിലാണോ ഞങ്ങൾക്ക് ബലഹീനതകളുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ബലഹീനതകളെല്ലാം എടുത്തു മാറ്റപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും വരുമാന മാർഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ.